വേദപുസ്തകത്തിന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. ഈ കുടുംബത്തിന് മറ്റാർക്കുമില്ലാത്ത ഒരു ക്വാളിറ്റി കുടുംബത്തിനകത്തുണ്ടായിരുന്നു. ഈ കുടുംബത്തിനകത്ത് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത്, എന്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ ശക്തനാണ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കാൻ ശക്തനാണെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. ഇന്ന് രാവിലെ വലിയ നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നീ ഇതിനെ തിരിച്ചു പിടിക്കണം. 25-ാമത്തെ വയസ്സിൽ കെട്ട വാഗ്ദത്തവുമായി അബ്രഹാം യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തുടരുമ്പോൾ അബ്രഹാമിന് മുമ്പിൽ കാണത്തക്ക ഒന്നുമില്ലായിരുന്നു. പുറപ്പെടാൻ പറഞ്ഞ ദൈവം മാത്രം അബ്രഹാമിനോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ വിളിച്ചത് മനുഷ്യനല്ല, നിങ്ങളെ വിളിച്ച ദൈവമായതുകൊണ്ട് നിങ്ങളെ എവിടെ എത്തണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എവിടെ വരെ പോകുമെന്ന് അത് മനുഷ്യന്റെ കയ്യിലല്ല, മറിച്ച് ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാം എതിരാണ്. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ, ബൈബിളിൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയുന്നു, വിജയം നിങ്ങൾക്ക്. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ